ഹലോ ഫ്രണ്ട്സ്, hasyscornerലേക്ക് സ്വാഗതം. ഇന്ന് ടാങ്ക് വെച്ചിട്ടുള്ള 2 ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ടാങ്ക് വെച്ചിട്ടുള്ള ജ്യൂസാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് 1 കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ടാങ്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണ് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് തണുത്ത പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ടാങ്കിൻ്റെ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഈസിയറിലെ ടാങ്ക് ജ്യൂസ് റെഡിയായി. ഞാൻ അടുത്തായി ചെയ്യാൻ പോകുന്നത് പോപ്സിക്കിളാണ്. ടാങ്ക് വെച്ചിട്ടുള്ള പോപ്സിക്കിൾ. ഇത് നമുക്ക് കുട്ടിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ് എടുക്കാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് വെള്ളം. ടാങ്ക് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ടാങ്ക് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പഞ്ചസാരയാണ് പിന്നെ എടുത്തിരിക്കുന്നത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ടാങ്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 റെസിപ്പി തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടിക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടുകാലത്ത് എളുപ്പത്തിൽ നമുക്കൊരു പോപ്സിക്കിൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തണുപ്പിച്ച് വരുമ്പോൾ നമുക്ക് പോപ്സിക്കിളിനധികം മധുരമുള്ളതായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പഞ്ചസാര ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പോപ്സിക്കിൾ മോൾഡ്സ് വാങ്ങാൻ കിട്ടും ഷോപ്പിൽ. അതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. അല്ലെങ്കിൽ ഒരു 5-8 മണിക്കൂർ നന്നായിട്ട് തണുപ്പിക്കുക. അതിലേക്ക് ഞാൻ പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മോൾഡൊന്ന് വെച്ച് കൊടുക്കാം. പൈപ്പിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് നേരം സാധാ വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. പോപ്സിക്കിൾ മോൾഡ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ട്രേ വാങ്ങാൻ കിട്ടും. എല്ലാ വീട്ടിലുള്ള സംഭവം തന്നെയാണത്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക, ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. ഞാൻ പുറത്തിട്ടിടുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് തട്ടിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതും ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.